കടത്തു കടക്കാൻ കടവത്ത് കാത്തുനിന്ന വിദ്യാർത്ഥികളെ കടത്തിൽ കയറ്റില്ല എന്ന് വാശിപിടിച്ച കടത്തുകാരന്റെ മുമ്പിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിരൽ ചൂണ്ടി നീതി നടപ്പിലാക്കിയ വിദ്യാർത്ഥി നേതാവ്. 1971 RSSന്റെ തിരക്കഥയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി തലശ്ശേരി നിന്ന് കത്തിയപ്പോൾ ആയുധധാരികളായ ആക്രമണകാരികൾക്ക് മുമ്പിൽ നിരായുധനായി നെഞ്ചും വിരിച്ചു നിന്ന് തലശ്ശേരിയുടെ മണ്ണിൽ മതസൗഹാർദ്ദതയും സ്നേഹവും തിരികെ കൊണ്ടുവന്ന യുവ നേതാവ്. അടിയന്തരാവസ്ഥക്കാലത്ത് കാക്കിയിട്ട പോലീസ് തമ്പുരാക്കന്മാർ തല്ലിച്ചതച്ചപ്പോൾ ചോരയിട്ട് വീഴുന്ന ഖദറുമായി നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നുവന്ന യുവ ജനപ്രതിനിധി. 17 വർഷം കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും വേട്ടപ്പട്ടികളെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ കേരളത്തിന്റെ അമരക്കാരൻ, ഒടുവിൽ കാലത്തിന്റെ കാവ്യനീതി നടപ്പിലാക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കൊറോണ എന്ന മഹാമാരിയുടെ മുമ്പിൽ ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോൾ, പ്രകൃതിയുടെ താണ്ഡവമായി നിപ്പയും ഓക്കിയും 2 പ്രളയങ്ങളും കടന്നു വന്നപ്പോൾ തന്റെ ജനതയെ പിന്നോട്ട് നയിക്കില്ല എന്ന് വാശിപിടിച്ച് തന്റെ കേരളത്തെയും തന്റെ നാടിനെയും തന്റെ ജനതയെയും നെഞ്ചോട് ചേർത്തു പിടിച്ചു ഭരിച്ച കേരളത്തിന്റെ ഭരണാധികാരി. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും തീച്ചൂളയിലൂടെ ജീവിച്ച് വിശപ്പിന്റെ വിലയെന്തെന്നറിഞ്ഞ് കൊറോണ സമയത്ത് തെരുവ് നായ്ക്കൾ പോലും പട്ടിണി കിടക്കരുതെന്ന് വാശിപിടിച്ച വർത്തമാനകാലം കണ്ട നീതിമാനായ ഭരണാധികാരി. സംഘപരിവാറിന്റെ മദ്യക്കുപ്പികൾക്കും കോഴിക്കാലുകൾക്കും മുമ്പിൽ ആശയവും നട്ടല്ലും നിലപാടും പണയം വെച്ച് വലതുപക്ഷത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആരോപണങ്ങളും അപവാദങ്ങളും നുണപ്രചരണങ്ങളും കൊണ്ട് ആക്രമിച്ചപ്പോൾ തെല്ലും ഭയക്കാതെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ചിരിക്കേണ്ടവന്റെ മുമ്പിൽ ചിരിച്ചും കണിശക്കാരനാവേണ്ടവന്റെ മുമ്പിൽ കണിശക്കാരനായും കടക്ക് പുറത്തെന്ന് പറയുന്നവനോട് കടക്ക് പുറത്തെന്നും പറഞ്ഞ് തല ഉയർത്തിപ്പിടിക്കേണ്ടവന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചും തല കുനിക്കേണ്ടവന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് തല കുനിച്ചും കേരളത്തെ മുന്നോട്ട് നയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. തങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്നൊരു തലമുറയ്ക്കും ഈ മണ്ണിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്ന് മുന്നോട്ട് കണ്ട് വികസനങ്ങൾ കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചിരുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. ഇന്ത്യ എന്ന രാജ്യം ലോകത്തിന് മുമ്പിൽ പല കാരണങ്ങളാലും തലകുനിക്കുമ്പോഴും ആ ഇന്ത്യ എന്ന രാജ്യത്തെ കൊച്ചു സംസ്ഥാനമായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ലോകത്തിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാഹചര്യമൊരുക്കിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ. ഒരു നേരത്തെ മരുന്നിന് പോലും സ്വന്തം മക്കളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടുണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് മുടങ്ങാതെ അവരുടെ അവകാശം അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. മടിയിൽ കനമില്ലാത്ത രാഷ്ട്രീയക്കാരനായി, സംക്ഷിപ്ത രാഷ്ട്രീയത്തിന്റെ വക്താവായി കഴിഞ്ഞ 10 വർഷം ഞങ്ങളെ ഭരിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ സഖാവ് പിണറായി വിജയൻ. സംഘപരിവാറിനെയും കൂട്ടുപിടിച്ച് വലതുപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും ചേർത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് UDF അധികാരത്തിലാണ്. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതേ പിണറായി വിജയൻ തന്നെയാണ്. പ്രിയപ്പെട്ട നേതാവെ, ഞങ്ങൾക്കുറപ്പുണ്ട്, കൂടെ നിന്നവരും മാറി നിന്നവരും അകന്നു നിന്നവരുമൊക്കെ അങ്ങയുടെ മേൽ കുതിര കയറുമ്പോഴും അങ്ങയെ ആക്ഷേപിക്കുമ്പോഴും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു കൊണ്ട് അധികാരത്തിന്റെ ഒരു ഹുങ്കുമില്ലാതെ സംഘപരിവാറിന്റെ വർഗീയതയെ ചെറുക്കാൻ ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ അങ്ങക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട നേതാവെ, വർണ്ണിക്കാൻ വാക്കുകളില്ല, വിശേഷിപ്പിക്കാൻ വിശേഷണങ്ങൾ ഒരുപാടുള്ളപ്പോൾ ഈ എളിയവന്റെ വാക്കുകൾ അതിന് തികയത്തതുമില്ല. പ്രിയപ്പെട്ട നേതാവെ, ഒന്നുറപ്പാണ്, ആര് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തള്ളി പറഞ്ഞാലും കാലവും ചരിത്രവും ഒരു നാൾ രേഖപ്പെടുത്തും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നീതിമാനായ സ്നേഹമുള്ള സത്യസന്ധനായ ഭരണാധികാരിയായിരുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് പിണറായി വിജയനെന്ന് ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടും. പ്രിയപ്പെട്ട നേതാവെ, അങ്ങേക്ക് 1000 പിറന്നാൾ ആശംസകൾ.